Next, fourth question. If x plus y is equal to y plus z, then prove that AOB is a line. അപ്പോൾ ശ്രദ്ധിച്ചേ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ് ആണല്ലേ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? AOB എന്ന് പറയുന്നത് ഒരു ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ കണ്ടീഷൻ ആദ്യം എഴുതണം. ഗിവൺ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ്. ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് പ്ലസ് വൈക്ക് പകരം വേറെ ഏതെങ്കിലും വേരിയബിൾസ് വരാം, വൈ പ്ലസ് ഇസഡിന് പകരം വേറെ ഏതെങ്കിലും വേരിയബിൾസ് വരാം. ശ്രദ്ധിച്ച് എഴുതുക. അപ്പോൾ നോക്കിക്കുക, ആ ഒ എന്ന് പറയുന്നൊരു പോയിൻ്റ് ശ്രദ്ധിച്ചേ. ആ പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB പ്ലസ് ആംഗിൾ BOD പ്ലസ് ആംഗിൾ DOA ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി AOC എന്ന് പറയുന്നത് എന്തായിരുന്നു? W പ്ലസ് എക്സ് പ്ലസ് AOC y. ഇപ്പോൾ y പ്ലസ് എച്ച് പ്ലസ് BOD ഏതാ? W പ്ലസ് DOA എന്ന് പറയുന്നത് ഏതാ? Z ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമല്ലോ. എക്സ് പ്ലസ് വൈ പ്ലസ് W പ്ലസ് Z ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് W പ്ലസ് ഇസഡും ഈക്വലാണ്. നമുക്കതിനെ മാറ്റി റീഅറേഞ്ച് ചെയ്ത് എക്സ് പ്ലസ് വൈ പ്ലസ് W പ്ലസ് ഇസഡും എക്സ് പ്ലസ് വൈ ഈക്വൽ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിക്കേ, എക്സോട് ആഡ് ചെയ്യുമ്പോൾ 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. 2 കോമൺ എടുത്താൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഫോർ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? 360/2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ശ്രദ്ധിച്ചേ, എക്സും വൈയൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ AOB എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈനായിരിക്കും. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു W പ്ലസ് ഇസഡ് ദെൻ പ്രൂവ് ദാറ്റ് AOB ഇസ് എ ലൈൻ. അപ്പോൾ ഗിവൺ ദാറ്റ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു W പ്ലസ് ഇസഡ്. അപ്പോൾ നമുക്ക് നോക്കിക്കുക, O എന്ന് പറയുന്ന പോയിൻറ്റിന് അറൗണ്ടായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ എല്ലാം സം എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB പ്ലസ് ആംഗിൾ BOD പ്ലസ് ആംഗിൾ DOA ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. AOC ഏതായിരുന്നു? y പ്ലസ് COB ഏതാ? എക്സ് പ്ലസ് BOD W പ്ലസ് DOA ഈസ് ഈക്വൽ ടു 360. DOA Z. സോ y പ്ലസ് എക്സ് പ്ലസ് W പ്ലസ് Z ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. നോക്കിക്കേ, അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. കാരണം എക്സ് പ്ലസ് വൈ തന്നെയാണ് y പ്ലസ് എക്സ്. സോ എക്സ് പ്ലസ് വൈ പ്ലസ് W പ്ലസ് Z ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞാൽ W പ്ലസ് ഇസഡ്. അപ്പോൾ W പ്ലസ് ഇസഡിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. സോ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. എക്സ് ആഡ് ചെയ്യുമ്പോൾ 2x പ്ലസ് y പ്ലസ് വൈ 2y ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. 2 കോമൺ ഫാക്ടർ എടുക്കാം. സോ 2 into x plus y is equal to 360 degree. Therefore, x plus y is equal to 360 degree by 2. That is equal to 180 degree. That is x plus y is equal to 180 degree. x എന്ന ആംഗിളും y എന്ന ആംഗിളും കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. Therefore, AOB എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈനായിരിക്കും. ലൈനാണെങ്കിൽ മാത്രമല്ലേ അവിടുത്തെ രണ്ട് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടത്തുള്ളൂ. അതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഹെൻസ് ദ പ്രൂഫ്.